और मेरा अनुभव ऐसा है जेनजी के बारे में, हम लोग जेनजी की आयु में थे तो हमारी पीढ़ी का स्वभाव ऐसा था कि बड़े जो कहते थे वो मान लेते थे, हम क्वेश्चन नहीं करते थे। तो उस समय की परिस्थिति। अभी जेनजी वो जेन अल्फा वो प्रश्न पूछते हैं, उनको लॉजिकल आंसर चाहिए, करेक्ट, और इसके साथ प्यार चाहिए। ജെൻസി പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അവർ രാജ്യവിരുദ്ധരല്ല, അവർ നമ്മുടെ സ്വന്തം ആളുകളാണ്, നമ്മുടെ അടുത്ത തലമുറ. ചോദ്യങ്ങൾക്ക് കൃത്യമായ യുക്തിസഹമായ ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് അവർ. ഇത് പറയുന്നത് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് ആണെന്ന് ഓർക്കണം. നീറ്റിൽ കുടുങ്ങിയ സ്ഥിതിക്ക് പിള്ളേർ പറയുന്നത് കേൾക്കാമെന്ന ടോണല്ല ഇത്. രാജ്യതലസ്ഥാനത്ത് രാവും പകലുമില്ലാതെ ചോദിച്ച് CJP വാങ്ങിയ വിജയം അവരെ എത്ര ഭയപ്പെടുത്തി എന്നതിന്റെ പൂർണ്ണ തെളിവ് തന്നെയാണ്. പറഞ്ഞു വരുന്നത് 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവി ഒരു നിമിഷം കൊണ്ട് ഇരുട്ടിലാക്കിയ നീറ്റ് പരീക്ഷാ ചോദ്യചോർച്ചയിൽ ഒടുവിൽ സത്യം പുറത്തു വന്നു എന്നതിനെ കുറിച്ചാണ്. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. അതെ, രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന പരീക്ഷാ ഏജൻസിയായ NTA ആസ്ഥാനത്തു നിന്ന് തന്നെയാണ് ചോദ്യപേപ്പറുകൾ ചോർന്നതെന്ന് CBI സമർപ്പിച്ച കുറ്റപത്രം വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിലെ BJP ഭരണത്തിന് കീഴിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം എത്രത്തോളം ദ്രവിച്ചുപോയി എന്നതിന്റെയും അഴിമതിയും സുരക്ഷാ വീഴ്ചയും എത്രത്തോളം ആഴത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു എന്നതിന്റെയും നേർക്കാഴ്ചയാണിത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ഉറക്കമെടുത്ത് കോച്ചിംഗ് മാഫിയകൾക്ക് കോടികൾ കൊയ്യാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തത് കേന്ദ്ര ഭരണകൂടത്തിന്റെ തണലിൽ തന്നെയാണ്. CJP തുടക്കം മുതലേ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അനീതികൾക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ വൻ ചോർച്ച നടന്നതെന്നല്ലേ? ഡൽഹി ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രം പറയുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന NTA കോൺഫിഡൻഷ്യൽ സെക്ഷനിൽ നിന്നാണത്രേ വിവരങ്ങൾ ചോർന്നത്. ചോദ്യപേപ്പർ രൂപകൽപ്പന ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഉയർന്ന വിഷയാധിഷ്ഠിത വിദഗ്ധർ തന്നെയാണത്രേ ഈ അഴിമതി ശൃംഖലയിലെ പ്രധാനികൾ. ഒരാൾ പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും വിറ്റു. അടുത്തയാൾ NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന പ്രസക്തമായ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നൽകുകയും പൂനെയിലെ സ്വന്തം വസതിയിൽ പ്രത്യേക ക്ലാസുകൾ നടത്തുകയും ചെയ്തു. ഇതിലുള്ള ഏറ്റവും ദുരൂഹതയുള്ള കാര്യം എന്തെന്നാൽ NTA ആസ്ഥാനത്തെ അതിസുരക്ഷാ മേഖലയിലേക്ക് കടക്കുമ്പോഴോ പുറത്തേക്കിറങ്ങുമ്പോഴോ ഈ വിദഗ്ധരെ പരിശോധിക്കാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. എന്തിനധികം പറയുന്നു, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക പോലും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിനുള്ള ഒരു സ്ഥാപനത്തിനാണ് ഈ അനാസ്ഥ മുഴുവൻ നടന്നതെന്നോർക്കണം. 4 ലക്ഷം രൂപ മുതൽ വൻ തുകകൾ വരെ ഈടാക്കിയാണ് ടെലഗ്രാം, വാട്സപ്പ് വഴി ചോദ്യങ്ങൾ വിറ്റഴിച്ചത്. ഫോറൻസിക് പരിശോധനയിൽ പ്രതികളുടെ ഫോണുകളിൽ നിന്നും പെൻഡ്രൈവുകളിൽ നിന്നും ഈ PDF-കൾ കണ്ടെത്തിയിട്ടുണ്ട്. 13 പേർക്കെതിരെയാണ് നിലവിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചോർച്ചയിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും പങ്ക് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്നതാണ് വളരെ പ്രധാനം. സ്വന്തം അഴിമതി മറച്ചുവെക്കാൻ കേന്ദ്ര BJP സർക്കാർ NTA സംരക്ഷിക്കുമ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൽ തന്നെയാണ് CJP.